ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ കൃപയാൽ നാം പരിപാലിക്കപ്പെടുവാനായിട്ടിടയായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കോട്ടയത്തുള്ള ദൈവജനത്തോട് ചേർന്ന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതോർത്ത് പിന്നെയും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ ശ്രേഷ്ഠ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്ന വിഷയമാണ് വളരെ പരിമിതമായ നിലയിൽ നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും എങ്ങനെ പ്രാവർത്തികമാക്കി പോകണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ധാരാളം ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും കേൾക്കുകയും അതിനനുസരിച്ച് പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം കരുപ്പിടിപ്പിക്കുകയും വിജയകരമായി ജീവിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് കോട്ടയത്തുള്ള ദൈവത്തിൻ്റെ ജനം എന്ന് അടിയനറിയാം. മാത്രമല്ല, അനുഗ്രഹീതരായ ദൈവദാസന്മാർ അവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നവരായിട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയാവുന്നതാണ്. എങ്കിലും ഇന്ന് രാത്രിയിലും കർത്താവിൽ ശരണപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധിനിവേശത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, കർത്താവായ യേശുക്രിസ്തുവിനാൽ നിവേശിതനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു പൂർണ്ണമായ ജീവിതം ദൈവം അവനിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. പുതിയ സൃഷ്ടി. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യവും 4-ാം അധ്യായം 24-ാം വാക്യം, കൊലോസ്യ ലേഖനം 3:10 നാം വായിക്കുന്നത് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ എന്നാണ്. ഒരു വ്യക്തി കർത്താവിലേക്ക് തിരിയുമ്പോൾ അദ്ദേഹം ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. അടുത്തത് പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പഴയ മനുഷ്യനെ കുരിശിൽ തറച്ച് ഒരു പുതിയ മനുഷ്യൻ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യൻ. പ്രവാചക പുസ്തകങ്ങളിൽ നാം വായിക്കുന്ന പോലെ ഒരു പുതിയ ഹൃദയം ഇംപ്ലാന്റ് ചെയ്യപ്പെടുകയാണ്, ഒരു പുതിയ ഹൃദയം ലഭിച്ചവനായിട്ട് തീരുകയാണ്. അങ്ങനെ പുതിയ മനുഷ്യൻ, പുതിയ സൃഷ്ടിയായ മനുഷ്യൻ പുതിയ ഹൃദയത്തോടുകൂടെ ജീവിക്കുമ്പോൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശു തൻ്റെ ജീവനുള്ള പുതുവഴി, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശരീരം നമുക്ക് വേണ്ടി അർപ്പിച്ച ജീവനുള്ള ഒരു പുതുവഴി, ആ പുതുവഴിയിലൂടെയാണ് കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കൃപയിൽ നാം സഞ്ചരിക്കുന്നത്. മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ പുതിയ ജീവിതം ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ പേര് ദൈവം നൽകുകയാണ്. അവനൊരു പുതിയ പേര് നൽകും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നാം ഇവിടെ നിന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേരുകയും പുതിയ യെരൂശലേമിൽ, പുതിയ ഭൂമിയിൽ അങ്ങനെ ഒരു പുതിയ അനുഭവത്തിൽ ജീവിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അങ്ങനെ മുഴുവനായി പുതിയ അനുഭവത്തിലൂടെ ജീവിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിൻ്റെ കർത്തൃത്വം അങ്ങനെ തന്നെ അംഗീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാസൻ എന്നുള്ള വിശിഷ്ടമായ പദവിയിലാണ് നാം ജീവിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചപ്പോൾ ദാസൻ എന്ന വിശിഷ്ട പദവി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതൊരു പക്ഷേ ചിന്തനീയമാണ്. നമുക്കറിയാം, റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ദാസനായ എന്നുള്ളൊരു വാക്കാണ്. ആ വാക്ക് നമ്മൾ സാധാരണയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഡൂലോസ്, കെട്ടപ്പെട്ട അടിമ, കാതു തുളയ്ക്കപ്പെട്ട അടിമ. അത് ഒരു ശ്രേഷ്ഠ പദവിയായിട്ട് തന്നെയാണ് പൗലോസ് എടുത്തു പറയുന്നത്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസന.
മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ ദാസ്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയും നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. അപ്പോ ഈ ഒരു ചെറിയ ജീവിതത്തിൽ ഒരു മനുഷ്യൻ കർത്താവിനെ അറിഞ്ഞ് അവനൊരു പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ കർത്താവിൻ്റെ ദാസനാണെന്ന് മാത്രമല്ല, നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. ഇനി ലൂക്കോസ് 12:42 കർത്താവ് പറയുന്നത് വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ. അപ്പോ ഈ ലോകത്തിൽ വിശ്വസ്തതയോടുകൂടെ ബുദ്ധിയോടുകൂടെ നല്ല ഒരു ദാസനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വഴിയിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു പ്രത്യേക വാക്ക് മത്തായി 10:25 നമ്മൾ വായിക്കുന്നുണ്ട്, യജമാനനെ പോലെ ആകുന്നത് ദാസന് മതി. എത്ര മനോഹരമായൊരു വാക്കാ! ഈ ദാസ്യത്വത്തിന്റെ പ്രത്യേകത നമുക്ക് നമ്മുടെ യജമാനന്റെ അത്രയും എന്ന് പറഞ്ഞാൽ അതേ അവകാശം ദൈവം നമുക്ക് നൽകിയിരിക്കുക. ആ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മളും കൂട്ടവകാശികളായി തീർന്നു എന്നാണ് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദാസത്വത്തിലേക്ക് വരുമ്പോൾ നാം കുറഞ്ഞു പോവുകയല്ല, മറിച്ച് കർത്താവിൻ്റെ എല്ലാ പദവികളിലും ഉള്ള അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾക്ക് നമ്മളും അവകാശികളായിട്ട് മാറുന്നു. എന്നാൽ കർത്താവിന് വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ചു കഴിയുമ്പോൾ അപ്പം നമ്മൾ കർത്താവിനോട് പറയേണ്ടത്, കർത്താവെ ഞാൻ ഒത്തിരി കാര്യം ചെയ്തു എന്നല്ല. നമ്മൾ ലൂക്കോസ് 17:10 നമ്മൾ വായിക്കുന്നത് കർത്താവ് പറയുന്ന വാക്കുകളാണ്, യജമാനനെ ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന, കൽപ്പിച്ചതെല്ലാം അങ്ങനെ തന്നെ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാസനായിട്ട് കർത്താവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മുടെ കുടുംബ ജീവിതത്തിൽ എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മുടെ കുടുംബ ജീവിതത്തിൽ കർത്താവ് സ്ഥാപിച്ച ആദ്യത്തെ സ്ഥാപനം, സ്വർഗീയ സ്ഥാപനമാണ് ഒരു കുടുംബം. കാരണം നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പൊ കർത്താവാണ് ഒരു കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചതും ഒരു കുടുംബത്തിലേക്ക് ഒരു കുടുംബം സംജാതമാക്കിയതും നമ്മുടെ കർത്താവാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, കർത്താവ് ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അപ്പോൾ 68-ാം സങ്കീർത്തനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എന്നാൽ ഇനി എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. എഫേസ്യർ 3:14 നമ്മൾ വായിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. അപ്പോൾ ഒരു കുടുംബം കർത്താവിൻ്റെ സന്നിധിയിൽ സമാരംഭിച്ച് സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി ജീവിക്കുന്ന, അഥവാ തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ ആ കുടുംബം സമർപ്പിക്കപ്പെട്ട് ജീവിക്കുന്ന അനുഭവമാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ലോകത്തിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും, കർത്താവിൻ്റെ നാമത്തിലുള്ള എല്ലാ കുടുംബങ്ങളും ദൈവസന്നിധിയിൽ കുത്തുന്നവരായിട്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട കൃപ ലഭിച്ചവരായിട്ട് തന്നെ ജീവിക്കുവാനായിട്ട് ഇടയായി തീരണം. സെഖര്യാവിൻ്റെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, സെഖര്യാവ് ആത്മനിറവുള്ള ഒരു പുരുഷനായിരുന്നു. എലിശബത്ത് ആത്മനിറവുള്ള ഒരു സഹോദരിയായിരുന്നു. അവർക്കുണ്ടായ പൈതൽ പരിശുദ്ധാത്മ നിറവുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട യോഹന്നാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വളരെ ചിന്തിച്ച് പോകേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബമായിരിക്കണം. 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അവിടെ ഈ നമ്മൾ കർത്താവിൻ്റെ കർത്തൃത്വം കുടുംബത്തിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം അത് കാണിക്കേണ്ടത് സ്വന്തം കുടുംബത്തിലാണ്. 1 തിമോഥെയോസ് 5:4 അവിടെ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച്, മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് അത് പറഞ്ഞിരിക്കുന്നതെങ്കിലും ആ വാക്യം ചിന്തനീയമാണ്. സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ഭക്തിയുള്ളവരായിട്ട് ജീവിക്കണം. കുടുംബം അത് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുമ്പോൾ ഇമ്പകരമായി ദൈവസന്നിധിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭക്തിയുള്ള ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ യോബിൻ്റെ പുസ്തകത്തിൽ ഒരു പ്രത്യേക വാക്കുണ്ട്. യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അവിടെ യോബ് പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ കൂടാരത്തിന്
ദൈവത്തിൻ്റെ സഖ്യത. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത. ദൈവത്തിൻ്റെ സഖ്യത ഇയ്യോബിൻ്റെ കൂടാരത്തിൽ എനിക്കുണ്ടായിരുന്നത് പോലെ ദൈവത്തിൻ്റെ സഖ്യത എൻ്റെ കൂടാരത്തിൽ എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സഖ്യതയുള്ള കൂടാരം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടാരവുമായിട്ട്, നമ്മുടെ കുടുംബവുമായിട്ട് വളരെ സഖ്യതയിലാണെങ്കിൽ, സഖ്യത എന്നുള്ള വാക്ക് വളരെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്നുള്ള ഒരർത്ഥമാണ്. ദൈവത്തിന് എൻ്റെ കുടുംബവുമായിട്ട്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബവുമായിട്ട് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്, നമ്മുടെ കുടുംബ ജീവിതം എങ്ങനെയുണ്ട്, പലപ്പോഴും തിരക്കുകളുടെ നടുവിലാണ് നാം എല്ലാവരും. എങ്കിലും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളും നമ്മുടെ ദൈവവചന പഠനവും നമ്മുടെ ദൈവവചന ധ്യാനവും ദൈവവചനത്തിൻ്റെ ശാന്ത സമയവും ഒക്കെ ഈ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സഖ്യതയെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഒരു കാരണവശാലും നാം ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ വലിയ അപ്രമാദിത്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റിവെക്കുവാനായിട്ട് പാടില്ല. യോ പറയുന്ന എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത 29:4. പിന്നീട് ഈ ദൈവം വസിക്കുന്ന സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും ചെയ്ത എൻ്റെ നാളുകളെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവിടെ യോ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുക. 2, സർവശക്തൻ എന്നോട് കൂടെ വസിക്കുക. വളരെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ ഒരു ഭക്തന് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ദൈവം ഒരു മനുഷ്യനോട് കൂടെ വാസം ചെയ്യുക, ദൈവം ഒരു മനുഷ്യന്റെ കൂടാരത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായൊരു കാര്യമല്ല. കാരണം സ്വർഗം പോലും തൃക്കണ്ണിൽ മലിനമായിട്ട് തോന്നുന്ന ദൈവം അഗ്നിജ്വാലകളുടെ ആ അഗ്നിജ്വാലക്കൊത്ത കണ്ണോടുകൂടിയ ദൈവം, കൺസ്യൂമിങ് ഫയർ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്ന ഭയങ്കരം, അവൻ ദഹിപ്പിക്കുന്ന അഗ്നി. അപ്പൊ കൺസ്യൂമിങ് ഫയർ ആണ്, ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം. ആ ദൈവത്തിന്റെ സർവപരിശുദ്ധിയോടും കൂടെ എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ താമസിക്കുന്ന അനുഭവം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോഴൊക്കെ ചില വാക്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഹി ഈസ് ദ സൈലന്റ് ലിസണർ ഓഫ് എവറി കോൺവെർസേഷൻ എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മുടെ വീട്ടിലുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതം എത്രമാത്രം അത് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും, എത്രമാത്രം അത് വിവരണാതീതമായ ഒരു അനുഭവമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സർവശക്തൻ എന്നോട് കൂടെ പാർക്കുക. ഈ നമ്മൾ കർത്താവ് കൂടെ വസിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പഴയ നിയമത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എല്ലാവരും അറിയാവുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് പറയാം. ഈ ദൈവത്തിൻ്റെ പെട്ടകം ഓബേദെദോമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക്, അബീനദാബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിക്ക് ഉസയും അഹ്യോവും അവർ ആ വീട്ടിലെ മക്കളാണ്. അവർ ഈ പെട്ടകത്തിൻ്റെ ചേർന്ന് നടക്കുകയാണ്. എന്നാൽ ഉസ കൈനീട്ടി പെട്ടകത്തെ തൊട്ടപ്പോൾ ആ ഉസ അവിടെ വെച്ച്, പേരസുസ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. ദാവീദ് എന്ന യഹോവയെ ഭയപ്പെട്ടു പോയി. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ പെട്ടകം ഈ ഉസയുടെയും അഹ്യോവിൻ്റെയും വീട്ടിൽ ഇരുന്നിട്ട് തിരികെ പോരുന്നതാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് അനുഗ്രഹങ്ങൾ ഉണ്ടായി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഓബേദെദോമിന്റെ വീട്ടിൽ 3 മാസം ആ പെട്ടകം ഇരുന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം, അവിടെ അവരെ എല്ലാറ്റിലും ദൈവം അനുഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ എല്ലാ നാളും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പൊ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഈ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതിന് തർക്കമില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്കുണ്ടാകാം. എന്നാൽ അതിൻ്റെ നടുവിൽ നാം ഏറ്റവും ശാന്തമായി സമാധാനത്തോടെ ജീവിക്കുന്നത് കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കുടുംബം, എൻ്റെ വീട് എൻ്റെ അല്ല, എൻ്റെ കർത്താവിൻ്റെയാണ്. ഞാനിവിടെ ഒരു കാര്യസ്ഥൻ മാത്രമാണ്. എൻ്റെ കുടുംബം കർത്താവിൻ്റെ കുടുംബമാണ്. ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യസ്ഥൻ മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരണം. കർത്താവിന് എല്ലാ അർത്ഥത്തിലും ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനിടയാകും.
കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിലോ, കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിലോ, ചിലർ പറയുന്ന കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഒത്തിരി സങ്കടങ്ങളും ദുഃഖങ്ങളും തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ദുഃഖങ്ങൾ മാത്രമല്ല, കഷ്ടത മാത്രമല്ല, കണ്ണുനീര് മാത്രമല്ല, പ്രയാസങ്ങൾ മാത്രമല്ല, അതിനോട് ചേർന്ന് എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട് എന്ന് തിരുവെഴുത്ത് പറയുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്താ? അബ്രഹാമിന് ദൈവം കൊടുത്ത എല്ലാ അബ്രഹാമിക് ഉടമ്പടികൾ, അബ്രഹാമിന്റെ ആ എല്ലാ കവനൻസിലും നമുക്കും ഒരു അവകാശം ദൈവം തന്നിരിക്കുക. അത് തന്നെയാണ് 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും 29-ാമത്തെ വാക്യത്തിലും നാം മക്കളാണ്, അതുപോലെ അവകാശികളാണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം പോലും നമുക്ക് അവകാശമായിട്ട് തന്നുകൊണ്ടാണ് നമ്മളെ കർത്താവ് ഈ ഒരു കുടുംബത്തിൽ വസിപ്പിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത്, ഈ കർത്താവിൻ്റെ കൂടെ, കർത്താവിനോട് ചേർന്ന് ഞാനും എൻ്റെ കുടുംബവും നാം വസിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സന്നിധിയിൽ കുടുംബമായി വസിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്താ അത്? സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന ഒരു വാക്യമുണ്ട്, 119-ാം സങ്കീർത്തനത്തിലാണ്. ഞാൻ, എല്ലാവർക്കും കാണാതറിയാം, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകും. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. അപ്പോൾ അതിൻ്റെ മറ്റർത്ഥങ്ങളിലേക്ക് കടക്കാൻ നിർവാഹമില്ല. അവിടെ നമ്മൾ വായിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മാത്രമുള്ള ഒരു സ്ഥലമല്ല. നമ്മുടെ കുടുംബം നമ്മുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു സ്ഥാപനമല്ല. മറിച്ച് ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്ന വീട്, എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ വീട്, ആ വീട് ദൈവത്തിൻ്റെ എല്ലാ വചനങ്ങളും ദൈവത്തിൻ്റെ ചട്ടങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ വീട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഈ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം ഞാൻ വളരെ വേഗത്തിലൊന്ന് വായിക്കാം. 6-ാം അധ്യായം 7-ാം വാക്യം. അവിടെ വായിക്കുന്നത്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അടുത്തത്, ഇന്ന് നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. എത്ര മനോഹരമായിട്ടുള്ള ഒരു വാക്യമാണ്. അതിൻ്റെ ബാക്കി വായിക്കേണ്ടതാണ്, എന്നാൽ ഞാൻ സമയം കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അവിടെ നമ്മൾ വായിക്കുന്നത്, നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും വേണം. അതാണ് കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ആ തിരുവെഴുത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നത്. മറ്റൊരു വാക്യം ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കും വേണം. എന്നിട്ട് പറയുക, വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. അപ്പൊ ദൈവത്തിന്റെ തിരുവെഴുത്ത് എന്തിനുള്ളതാ? നമ്മുടെ വീട് എന്തിനുള്ളതാ? ശരിക്കും പറഞ്ഞാൽ ഒരു ബൈബിൾ സ്കൂൾ പോലെയാണ്. നമ്മുടെ വീട് കേവലം ഒരു വീടല്ല. നമ്മൾ ആഹാരം കഴിക്കുന്നു, വിശ്രമിക്കുന്നു, നമ്മുടേതായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, നല്ലതാണ്, അത് വേണം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വീട്ടിൽ നടക്കേണ്ടത് എന്താണ് എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുക. അതിൻ്റെ 21-ാം വാക്യം, നമ്മൾ അവയെ നിന്റെ വീട്ടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ. എത്ര മനോഹരമായിട്ടുള്ള ഒരു വാഗ്ദാനവും വാക്യവുമാണിത്. നമ്മുടെ വീട് ദൈവത്തിൻ്റെ വചനം യഥേഷ്ടം വിളമ്പിക്കൊടുക്കുന്ന ഒരു വീടായിരിക്കണം. നമ്മുടെ വീട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീടായിരിക്കണം. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന വീട്ടിൽ നമ്മുടെ വീട്ടിൽ ദൈവത്തിൻ്റെ ഭക്തിയും
ദൈവത്തിൻ്റെ വചനവും എല്ലായിടത്തും വിളങ്ങുവാനായിട്ടിടയായി തീരണം. നമ്മൾ നമ്മുടെ മക്കളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ദൈവവചനം ധാരാളമായിട്ട് പറയുവാൻ സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ വീട്. അതുകൊണ്ട് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനി ഈ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, 1 തിമോഥെയോസ് 5:8 സ്വന്തം കുടുംബത്തെ കരുതണം എന്നെഴുതിയിരിക്കുക. നമ്മൾ കർത്താവിൻ്റെ ദാസന്മാര് സ്വന്തം കുടുംബത്തെ പരിപാലിക്കുന്നവരും കരുതുന്നവരുമായിരിക്കണം. നമ്മുടെ കുടുംബം, ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കരുതലുണ്ടാകണം, മുൻകരുതലുകളുണ്ടാകണം, കരുതലുകളുണ്ടാകണം. കൃത്യമായി ഓരോന്നും മനസ്സിലാക്കി പോകുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, സ്വന്തം കുടുംബത്തെ കരുതണം. അനി മക്കളോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്വം വളരെ വലുതാണ്. 2 കൊരിന്ത്യർ 12:14 നമ്മൾ വായിക്കുന്നത്, അമ്മയപ്പന്മാർ മക്കൾക്കായി ചരതിച്ചു വെക്കണം. അമ്മയപ്പന്മാർ മക്കൾക്കായി ചരതിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അമ്മയപ്പന്മാരാണ്. നമ്മളിപ്പം ആ കാര്യത്തിൽ എല്ലാവരും എടുക്കറാണ്. നമ്മൾ ചരതിച്ചു വെക്കുന്നുണ്ട്. ഏത് കാര്യം? ഭൗതികമായ കാര്യങ്ങൾ. അവർക്ക് വീടില്ലെങ്കിൽ വീടിൻ്റെ കാര്യം, അല്ലെങ്കിൽ വീട് വയ്ക്കാനുള്ള സ്ഥലത്തിൻ്റെ കാര്യം, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, അവരുടെ ജോലിയുടെ കാര്യം, അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അതുപോലെ തന്നെ കൺസേൺഡ് ആണോ? അതുപോലെ ജാഗ്രതയുണ്ടോ അവരുടെ ആത്മീയ കാര്യങ്ങൾ? അവർ വേദപുസ്തകം വായിക്കുന്നുണ്ടോ? അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ പഠിക്കുന്നിടത്ത് എല്ലാ യോഗങ്ങളിലും സംബന്ധിക്കുന്നുണ്ടോ? അവരുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്? അവരുടെ വിശുദ്ധ ജീവിതം എങ്ങനെയുണ്ട്? അവർ ദൈവത്തോട് എങ്ങനെയാണ് ഇടപെടുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മുടെ വീട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, നിന്റെ ചട്ടങ്ങൾ. ചട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, കതകിൻ്റെ ചട്ടം, ജനലിൻ്റെ ചട്ടം എന്നൊക്കെ പറയാറുണ്ട്. ഒരു ഫ്രെയിമാണ്. ആ ഫ്രെയിമിനകത്ത് കൃത്യമായി നിൽക്കുന്നതിനെയാണ് ചട്ടത്തിൽ നിൽക്കുക എന്ന് പറയുന്നത്. അഥവാ 2, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ചട്ടം, നിയമം. ആനയൊക്കെ ചട്ടം പഠിപ്പിച്ചു, നിയമം പഠിപ്പിച്ചു, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുക. അപ്പോൾ ചട്ടങ്ങൾ നമുക്കുണ്ട്. എന്തൊക്കെ ചട്ടങ്ങളാ? ഭർത്താവിന് ഉള്ള ചട്ടങ്ങളുണ്ട്, ഭാര്യയ്ക്കുള്ള ചട്ടങ്ങളുണ്ട്, മാതാവിനുള്ള ചട്ടങ്ങളുണ്ട്, പിതാവിനുള്ള ചട്ടങ്ങളുണ്ട്. ഇതെല്ലാം കല്യാണ പ്രസംഗങ്ങൾക്ക് സാധാരണ നമ്മൾ കേട്ട് മടുത്തതായോണ്ട് അതിലേക്ക് കടക്കുന്നില്ല. മക്കൾക്കുള്ള ചട്ടങ്ങളുണ്ട്. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്വത്തോടു കൂടി ആദ്യ കൽപ്പനയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചട്ടമാണ് മക്കളെ കോപിപ്പിക്കരുത്. അങ്ങനെ ഒത്തിരി ചട്ടങ്ങൾ ദൈവത്തിൻ്റെ തിരുവെഴുത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ചട്ടങ്ങളെല്ലാം പാലിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിന്റെ വചനങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിനെന്നാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് വെറുതെ എന്തെങ്കിലും അത് വായിച്ചു കേട്ടു കടന്നു പോവുകയല്ല, കൃത്യമായിട്ട് ആചരിക്കേണ്ടതാണ് ഈ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ. അത് ദൈവവചനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. വചന പ്രമാണങ്ങൾ നമ്മൾ പാലിക്കണം. ഞാൻ ഈ ഓരോ ഉത്തരവാദിത്തങ്ങൾ, നീതിമാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും നീതിയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയുള്ള ചിലരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. ഇയ്യോബ് ഒരു നല്ല പിതാവായിരുന്നു. തൻ്റെ മക്കൾ ഹൃദയത്തിലെങ്ങാനും മനസ്സിലെങ്ങാനും പാപം ചെയ്തു പോയോ എന്ന് വിചാരിച്ച് യാഗങ്ങൾ അർപ്പിക്കുന്ന ഒരു നല്ല പിതാവായിരുന്നു ഇയ്യോബ്. ഹന്ന ഒരു നല്ല മാതാവായിരുന്നു. തൻ്റെ കുഞ്ഞിനെ കുറിച്ച് അവനെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ഏലിയുടെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നിടം വരെയും അതിനുശേഷവും അവനെക്കുറിച്ച് ജാഗരൂകമായി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മാതാവായിരുന്നു ഹന്ന എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ഭർത്താവ് ഒക്കെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഒരു നല്ല ഭർത്താവ്, എൽക്കാന ഒരു നല്ല ഭർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത ഒരാളാണ്. അബീഗയിൽ ഒരു നല്ല ഭാര്യയാണ് എന്ന് നമുക്കറിയാം. ഇസഹാക്ക് ഒരു നല്ല മകനാണ്. കാരണം ഈ ഇസഹാക്ക് ഒരു നല്ല മകനാണെന്ന് ഞാൻ പറയാൻ കാര്യം, യാഗത്തിന് മോരിയാമലയിലേക്ക് പോകുമ്പോൾ അബ്രഹാം അല്ല വിറക് ചോന്നത് ഇസഹാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിനേക്കാൾ ആരോഗ്യവും അബ്രഹാമിനേക്കാൾ തടിമിടുക്കും ഒരു പക്ഷേ ഈ ബാലനുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് അബ്രഹാം മകനോട് പറഞ്ഞു, മകനെ, നിന്നെ കൊടുക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഒരു തടസ്സവും മടിയും കൂടാതെ അപ്പൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി ആ യാഗപീഠത്തിൽ തനിയെ കയറി കിടന്നിട്ട്, അപ്പാ സൂക്ഷിച്ച് എന്നെ കെട്ടിക്കോ എന്ന് പറഞ്ഞു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, എത്ര നല്ലൊരു മകൻ, അനുസരണമുള്ള, ദൈവകൃപയുള്ള അങ്ങനെയുള്ള ഒരു മകൻ അതായിരുന്നു ഇസഹാക്ക്. ഇനി എനിക്കൊരു നല്ല മകളെക്കുറിച്ച് ചോദിച്ചാൽ ഇബ്താഹിൻ്റെ മകള് ആ യുദ്ധം കഴിഞ്ഞ് ഇബ്താഹ് മടങ്ങി വരുമ്പോൾ മകൾ അദ്ദേഹത്തെ എതിരേറ്റ് ചെന്നു.
അപ്പോൾ ഞാൻ യഹോവയോട് പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് യഹോവ പറയുമ്പോൾ ആ മകൾ യാഗത്തിനായിട്ട് സമ്മതിക്കുക. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരിയായിട്ടുള്ള, എത്ര നല്ല ഒരു മാതൃകയോടുകൂടെയാണ് ആ മകൾ തൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ജീവത്യാഗം ചെയ്തും തൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിക്കപ്പെടണമെന്ന് ചിന്തിക്കുന്ന മക്കൾ, അതൊരു വലിയ കാര്യമാണ്. മോശയെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ പറയട്ടെ, മോശ ഒരു അതിസൗമ്യനായ മനുഷ്യനാണ് മോശ. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരു നല്ല മരുമകനായിരുന്നു ഈ മോശ. മോശയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മരുമകനാണ്. ഇങ്ങനെ വന്ന് ഈ മോശയുടെ കഷ്ടപ്പാടുകളൊക്കെ കണ്ട്, നീ 1000 പേർക്ക് ഒരുവനെ, അതുപോലെ 100 പേർക്ക് ഒരുവനെ അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നെ ഉപദേശിച്ചപ്പോൾ മോശ ഒരിക്കലും പറഞ്ഞില്ല, അപ്പാ അങ്ങനല്ല, ഞാൻ മിശ്രയീമിലെ സകല ജ്ഞാനം അഭ്യസിച്ച് കഴിഞ്ഞ 40ഓളം വർഷങ്ങൾ മരുഭൂമിയിൽ ഞാൻ ജീവിച്ച് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള എന്നെ ഉപദേശിക്കാൻ അപ്പനായിട്ടില്ലെന്ന് പറഞ്ഞില്ല. തൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞ ആ ആലോചന അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന ഒരു മരുമകൻ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത് ഒരു വലിയ നല്ലൊരു മനസ്സിനെയാണ് നമ്മൾ കാണിക്കുന്നത്. അവിടുത്തെ അനുസരണത്തെക്കാൾ ഉപരി മോശ എത്ര നല്ലൊരു മനസ്സാണ്. തൻ്റെ കഴിവിലും പ്രാപ്തിയിലും ഒന്നും താൻ അപ്പോൾ അഹങ്കരിച്ചില്ല. വളരെ നല്ലൊരു മരുമകനായിട്ട് മോശയെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നല്ല മരുമകളെ കുറിച്ച് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, അത് രൂത്ത. ഞാനത് പറയുന്നില്ല. ഒരു നല്ല സഹോദരൻ ആരാണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ഒരു കുടുംബത്തിൽ ഒരു നല്ല സഹോദരൻ ആരാ? യോസെഫ്. തൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ തന്നെ വെളിപ്പെടുത്തുവാനായിട്ടുള്ള ആ ശ്രമങ്ങളും ഏറ്റവും അവസാനം അവരെ ഓരോരുത്തരെ ആയിട്ട് തൻ്റെ മേശയ്ക്ക് ചുറ്റും അവരുടെ പ്രായമനുസരിച്ചിരുത്തിയിട്ട് അവൻ കരഞ്ഞ്, ഞാൻ നിങ്ങളുടെ സഹോദരനായ യോസെഫ് ആകുന്നു എന്ന് പറയുന്ന ആ സമയം കണ്ണു നിറഞ്ഞു പോകും. ഓ, എത്ര വർഷങ്ങൾ നിരന്തരമായ പീഡനങ്ങളുടെ, നിരന്തരമായ കൊടിയ വേദനകളുടെ, സങ്കടങ്ങളുടെ ഒക്കെ ആ ചരിത്രം ഒരു സെക്കൻഡ് കൊണ്ട് മാഞ്ഞിട്ട് ആ സഹോദര സ്നേഹത്തിൽ ഹൃദയം അലിഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവർക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന യോസെഫ് ഒരു നല്ല സഹോദരനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവവൈതലിൻ്റെ വിശ്വാസ ജീവിതം എത്രമാത്രം ഉദാത്തമായിരിക്കണം, ഉന്നതമായ കാഴ്ചപ്പാടുണ്ടാകണമെന്ന് ആ വാക്ക് നമ്മളെ പഠിപ്പിക്കുക. മാത്രമല്ല, ശത്രുവായ ശൗലിന്റെ മരണത്തിങ്കൽ ദാവീദ് കരയുന്നത് തൻ്റെ മുൻപിൽ ശൗലിനെ പല പ്രാവശ്യം കിട്ടിയിട്ടും വസ്ത്രാഗ്രം മുറിച്ചെടുത്തും, അല്ലെങ്കിൽ തൻ്റെ തന്നെ കൊല്ലാനുള്ള ആ സാഹചര്യം ലഭിച്ചിട്ടും ഒന്നും ചെയ്യാതെ യജമാനനായ ശൗലേ, എന്നെ എന്തിനാണ് ഇങ്ങനെ പിന്തുടരുന്നതെന്ന് ചോദിച്ചതല്ലാതെ മറ്റൊന്നും ചോദിച്ചില്ല. എത്ര മനോഹരമായ സ്നേഹബന്ധം! യോനാഥാന്റെ ഹൃദയം ദാവീദിന്റെ ഹൃദയത്തോട് പറ്റിച്ചേർന്നു. സഹോദര ബന്ധത്തിന്റെ, സ്നേഹബന്ധത്തിന്റെ ഏറ്റവും നല്ല ഉദാത്തമായ ഉദാഹരണം, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കൃപയിൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും ഒക്കെ ക്രമീകരിച്ച് മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണി കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതം, അവൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ദൈവവചനത്തിന് പ്രാധാന്യമുള്ള, ദൈവവചനത്തിൻ്റെ മാത്രം ആ ആധികാരികതയോടുകൂടെ ജീവിക്കുന്ന, ഏതൊരു കാര്യത്തിനും വചനത്തിൻ്റെ പ്രമാണങ്ങൾ മാത്രം സൂക്ഷിച്ചു വെക്കുന്ന, അത് മാത്രം അനുസരിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ മാറുന്ന ഒരു മനോഹരമായ ജീവിതമാണ് ഒരു ദൈവഭക്തന്റെ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, ഫിലിപ്പ് 2:21, അവിടെ നമ്മൾ വായിക്കുന്നത് മറ്റൊരു പശ്ചാത്തലത്തിലാണ് വാക്യം. പക്ഷെ അത് ഞാൻ ഈ കാര്യത്തോട് ചേർത്ത് പറയുക, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നു. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നു. ശരിക്കും അതൊരു കുറ്റപ്പെടുത്തലിന്റെ വാക്ക് പോലെയാണ് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ന് നാം നമ്മെ തന്നെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ ഒന്ന് പരിശോധിച്ചാൽ ഏതിനാണ് മുൻതൂക്കം? ഏത് കാര്യത്തിനാണ് പ്രാധാന്യം? ആത്മീയ കാര്യങ്ങൾക്കാണോ മറ്റിതര കാര്യങ്ങൾക്കാണോ എന്ന് എന്നെ ഞാനൊന്ന് ശോധന ചെയ്തിട്ട് ഞാൻ മാർക്കിടുമ്പോൾ പാസ് മാർക്ക് ലഭിക്കുമോ? ഞാൻ എന്നെ തന്നെ ഒന്ന് മാർക്കിടാൻ, എന്നെ തന്നെ ദൈവത്തിൻ്റെ തൂക്കുകേട്ട വെച്ച് എന്നെ ഒന്ന് സൂക്ഷിച്ച് അളന്നു നോക്കുവാൻ, എന്നെ തന്നെ കർത്താവിൻ്റെ ത്രാസിലൊന്ന് പരിശോധിക്കുവാൻ, ഞാൻ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നതെന്ന് എന്നെ തന്നെ ശോധന ചെയ്ത് അല്ലെങ്കിൽ പരിശോധിക്കുവാൻ, എന്നെ തന്നെ ഒന്ന് സ്കാൻ ചെയ്യുവാൻ എനിക്കിടയായി തീരുമ്പോൾ
ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാര്യം എത്രമാത്രം നോക്കുന്നുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലും എൻ്റെ വിശ്വാസ ജീവിതത്തിലും ഞാൻ കർത്താവിനോട് എത്രമാത്രം കൂറുള്ളവനാണ്, കൂറു പുലർത്തുന്നവനാണ് എന്ന് ചിന്തിക്കാനായിട്ട് ദൈവം എന്നെ സഹായിക്കട്ടെ, നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു നല്ല കുടുംബ ജീവിതം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. ഹഗ്ഗായി പ്രവചനം 1:4-9 വാക്യങ്ങൾ, അവിടെ ഓരോരുത്തൻ താന്താൻ്റെ വീടുകളിലേക്ക് ഓടുന്നു. എൻ്റെ ആലയം ശൂന്യമായിരിക്കും, ഓരോരുത്തൻ താന്താൻ്റെ വീടുകളിലേക്ക് ഓടുന്നു. ആ വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വാക്യമാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, പക്ഷെ ഞാനും അത് ഊതിക്കളഞ്ഞു. നിങ്ങൾ വളരെ വിതച്ചു, പക്ഷെ ലോപമായിട്ടേ, അല്ലെങ്കിൽ വളരെ കുറച്ചേ കൊയ്യുന്നുള്ളൂ, കുറച്ചേ കൊണ്ടുവരുന്നുള്ളൂ. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും സുവിശേഷ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിലും എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിലും ഒക്കെ ഈ വലിയ പരാജയമുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്ക് ഇവിടെ ആയിത്തീരട്ടെ. സ്വന്തം കാര്യം ഓരോരുത്തൻ താന്താൻ്റെ വീടുകളിലേക്ക്, നമ്മുടെ കാര്യം മാത്രം, സഭയുടെ കാര്യം, നമ്മുടെ ആത്മീയ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ രണ്ടാമത് മൂന്നാമതൊക്കെ ആക്കി വെക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മക്കളെ വേണ്ടതുപോലെ ആ കാര്യം ബോധ്യപ്പെടുത്താതെ, ആത്മീയ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ പോകുന്നത് കൊണ്ട് അനാഥ മന്ദിരങ്ങളിൽ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. ആർക്കും സമയമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു. ആത്മീയമായ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അനേക വാർദ്ധക്യകാല വസതികളായിട്ട് പല സ്ഥാപനങ്ങൾ ഇന്ന് മുളച്ചു വന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ഉത്തരവാദിത്വം, നമ്മുടെ ഓരോ കാഴ്ചപ്പാട്, നമ്മുടെ കുടുംബങ്ങൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ട ചില വലിയ കാര്യങ്ങൾ ഉണ്ടാകണം. ഞാൻ ഹൈറേഞ്ചുകാരനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുക, മൂന്നാറിലെ ആദ്യ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട പ്രിയ തോമസ് ചാണ്ടി അങ്കിളും അതുപോലെ ഈ പിള്ളേ രാജ് ഒക്കെ പിതാക്കന്മാർ, അതുപോലെ കെ പോൾ തോമസ് അങ്കിളിൻ്റെ പിതാവ്, അതുപോലെ മൂന്നാർ യോനാച്ചായൻ, TVയിലെ ബേബിച്ചായൻ, അങ്ങനെ അവരൊക്കെ ആ കാലത്ത് എന്ന് പറഞ്ഞാൽ അനേക വർഷങ്ങൾക്ക് മുൻപ് ഹൈറേഞ്ചിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ കുടുംബങ്ങൾ വഴി ഇന്ന് മൂന്നാറിലും അതുപോലെ ദേവികുളത്തും മറയൂരിലും ഒക്കെ രാജകുമാരിയിലും ഒക്കെ നല്ല സഭകൾ ഉണ്ടാകാനിടയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഓരോ കുടുംബങ്ങൾ ചിന്തിച്ചേ, ഇന്ന് നമ്മുടെ തലമുറയിലേക്ക് വന്നപ്പോൾ നമ്മുടെ കുടുംബം മുഖാന്തരം, നമ്മൾ മുഖാന്തരം ചില സഭകൾ ഉണ്ടാകുവാനിടയായിട്ടുണ്ടോ? വളരെ ശക്തമായിട്ട് ചിന്തിക്കുവാനിടയാകണം. ഞാൻ റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, അവിടെ പൗലോസ് ചില കുടുംബങ്ങളെ പരിചയപ്പെടുത്തുക. റോമർ 16:3 അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 16:3 അവിടെ വായിക്കുന്നു, ക്രിസ്തുയേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കിയെയും അക്വിലായെയും വന്ദനം ചെയ്യുവിൻ. അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുവിൻ. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ വളരെ ചിന്തിച്ചൊരു കാര്യം, ഇവരൊരു കുടുംബം, ഈ ഇതിൻ്റെ പ്രിസ്കിയെയും അക്വിലായെയും അവരെക്കുറിച്ച് പറയുന്നത് അവരുടെ വീട്ടിലൊരു സഭയുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. എന്നാൽ അവരെ പറയുന്ന കാര്യം, അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്ന കാര്യത്തിൽ, പൗലോസിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യത്തിൽ, അവരുടെ മറ്റിതര പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്. അതിനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവർ. ഈ വാക്ക് വളരെ അർത്ഥം നിറഞ്ഞൊരു വാക്കാണ്. തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവർ, തങ്ങളുടെ ജീവൻ കൊടുത്തവർ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ കുടുംബം അങ്ങനെ ആയിരിക്കണം. കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവൻ കൊടുത്തു നിൽക്കുവാൻ ഈ നാടുകളിൽ നമുക്കിടയായി തീരണം. അടുത്തത് 16:23 അവിടെ മറ്റൊരു കുടുംബത്തെ പൗലോസ് പരിചയപ്പെടുത്തുക. ചില കുടുംബങ്ങളെ കുറിച്ച് പൗലോസ് പറഞ്ഞു വന്നിട്ട്, എനിക്കും സർവ്വസഭയ്ക്കും, റോമർ 16:23, എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായസിനെ കുറിച്ച് പറയുക, എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായസ്. പ്രിയപ്പെട്ടവരെ, അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്.
നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ വീട് കർത്താവിന് പ്രയോജനമുള്ള, അതിഥി സൽക്കാരം ആചരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായിട്ട് നമ്മുടെ കുടുംബം തീരേണ്ടത് ആവശ്യമാണ്. 1 കൊരിന്ത്യർ 16-ാം വാക്യത്തിൽ മറ്റൊരു കുടുംബത്തെക്കുറിച്ച് പൗലോസ് പറയുക. ഞാനതെല്ലാം എടുത്ത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. സഹോദരന്മാരെ, 1 കൊരിന്ത്യർ 16-ാം വാക്യം, സഹോദരന്മാരെ, സ്തെഫനാസിന്റെ കുടുംബം അഖായിലെ ആദ്യഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണമെന്നും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ സ്തെഫനാസിന്റെ കുടുംബത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്, അവർ അഖായിലെ ആദ്യ ഫലമാണ്. എന്നിട്ട് എന്താ അവർ ചെയ്തത്? വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ദേ ആർ ഡെഡിക്കേറ്റഡ് ദെയർ ലൈഫ്. അവരുടെ ജീവിതം, അവരുടെ കുടുംബം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട കുടുംബം. നമ്മുടെ വീട് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. മറ്റു ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ ഫിലേമോൻ്റെ കുടുംബത്തെക്കുറിച്ച് വായിക്കുന്നത്, ഫിലേമോൻ്റെ വീട്ടിലെ സഭ, അവിടെ ഒരു സഭയുണ്ട്. എന്നിട്ട് ആ കുടുംബത്തെക്കുറിച്ച് പറയുന്നത്, ഫിലേമോനെ കുറിച്ച് പറയുന്നത്, വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചു. അങ്ങനെ ഒരു കുടുംബം. നമ്മുടെ സഭകളിലെ എല്ലാ കുടുംബങ്ങളും ഇങ്ങനെ ഉള്ള കുടുംബങ്ങളാണെങ്കിൽ ഒരിക്കലും സഭയിലൊന്നും ഒരു പ്രയാസവും പ്രതികൂലവും നമ്മുടെ ജീവിതത്തിൽ ഒരിടത്തും വരികയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി കഴുത്തു വെച്ചു കൊടുക്കുവാൻ, സഭയ്ക്കും വിശുദ്ധന്മാർക്ക് അതിഥി സൽക്കാരം ചെയ്യുവാൻ, വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച സ്തെഫനാസിന്റെ കുടുംബം പോലെ, ഗായോസിന്റെ കുടുംബം പോലെ, പ്രിസ്കയുടെയും അക്വിലാവിൻ്റെയും കുടുംബം പോലെ നമ്മുടെ കുടുംബം മാറുവാനായിട്ട് ഇടയായിത്തീരണം. അതിന് കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഒരു വാക്യം കൂടെ വളരെ വേഗത്തിൽ പറഞ്ഞ് കടന്നു പോകട്ടെ. സാധാരണയായിട്ട് നമ്മൾ കാണാതെ, ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ കാണാതെ പഠിച്ചൊരു വാക്യമാണ്. യോശുവയുടെ പുസ്തകം 24-15 വാക്യം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ അവിടെ യോശുവയുടെ ആ ഭയങ്കരമായ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായൊരു തീരുമാനത്തിൻ്റെ വാക്കാണ്. എ ഗ്രേറ്റ് ഡിറ്റർമിനേഷൻ ഓഫ് ഈ യോശുവയുടെ വലിയൊരു തീരുമാനമാണ്. ഞാനും എൻ്റെ കുടുംബവും വളരെ ശക്തമായിട്ടാണ് അതാ പറയുന്നത്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകളുടെ മുൻപിൽ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടുന്ന ചില മറ്റു കുടുംബങ്ങളുണ്ട്. ഞാൻ ആ കുടുംബങ്ങൾ വിശദീകരിക്കാനായിട്ട് നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കുടുംബങ്ങളുടെ പേര് പറയാം. ഇസ്രായേലിയരുടെ ഇടയിൽ ഏറ്റവും ബഹുമാനം ലഭിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ. ഏലിയുടെ കുടുംബത്തിന് എന്താ സംഭവിച്ചത്? ആ ശുശ്രൂഷയിൽ അവരുടെ പരാജയം നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഭയങ്കരമായ നഷ്ടമായിരുന്നു അവരുടെ കുടുംബത്തിലുണ്ടായത്. ഏലിയുടെ മക്കളും ആ കുടുംബം. എന്നാൽ അതിന് പകരം വന്ന ശമൂവേലോ. പ്രിയപ്പെട്ടവരെ, ഏലിയുടെ കുടുംബം നമ്മുടെ മുൻപിൽ ഒരു ദുസ്സൂചനയാണ്. അടുത്തത് ഞാൻ ഏറ്റവും ഭയങ്കരമായ നഷ്ടം നേരിട്ട മറ്റൊരു കുടുംബത്തെ പറയാം. ശൗല്. ഇസ്രായേലിന്റെ ആദ്യ രാജാവായിട്ട് ദൈവം വാഴിച്ച ശൗല്. എന്നാൽ ആ ശൗലിന്റെ കുടുംബം ദൈവത്തോടുള്ള അനുസരണക്കേട് നിമിത്തം തൻ്റെ രാജത്വം മറ്റൊരു ഗോത്രത്തിലേക്ക്, ദാവീദിന്റെ അടുക്കലേക്ക് പോയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ നഷ്ടം നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ ഒക്കുമോ? ഒരു മഹാരാജ്യത്തിൻ്റെ രാജസ്ഥാനത്തേക്ക് ദൈവം ഇലക്ട് ചെയ്ത ശൗലിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് അനുസരണക്കേട് കൊണ്ടുണ്ടായതാണ്. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ ആ മനോഹരമായ അവസ്ഥയിൽ നിന്ന് മാറിപ്പോയതുകൊണ്ട് ശൗലിൻ്റെ നഷ്ടം, തൻ്റെ കുടുംബം, തൻ്റെ മകൻ്റെ നഷ്ടം, തൻ്റെ കുടുംബത്തിൻ്റെ നഷ്ടം, എത്ര ഭയങ്കരമായ ഒരു നഷ്ടത്തിലേക്ക്, എത്ര ഭയങ്കരമായ ഒരു ദുഃഖത്തിലേക്ക് ആ കുടുംബം ചെന്ന് ചേർന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ആഖാന്റെ കുടുംബം. ആഖാൻ ഈ ലോകത്തിലെ പല കാര്യങ്ങൾ മോഹിച്ചു. ആഖാനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിൻ്റെ പിന്നാലെ ഒരു ഓട്ടമായിരുന്നു. ആ ഓട്ടത്തിൻ്റെ അവസാനം ഒരു ബാബിലോന്യ മേലങ്കിയും അതുപോലെ വെള്ളിയും പൊന്നും ഒക്കെ കണ്ടപ്പോൾ മനസ്സ് പതുക്കെ എന്ത് ചെയ്തു? വിട്ടുമാറി.
യഹോവയെ വിട്ടുമാറി. എന്താ സംഭവിച്ചത്? ആഖോർ താഴ്വരയിൽ കല്ലുകൊണ്ടൊരു മേലാപ്പ്, കല്ലുകൊണ്ടൊരു മേലങ്കി കൊടുക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ആഖാന്റെ കുടുംബത്തിന്റെ തകർച്ച നമ്മൾ ഓർത്തിരിക്കണം. അടുത്തത് നമ്മൾ ചിന്തിക്കുന്ന ഗേഹസിയെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഗേഹസി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടു നിന്ന ഒരു മനുഷ്യൻ. പക്ഷേ അല്പം ഒരു ഓട്ടം, നയമാന്റെ കുഷ്ഠം, അങ്ങനെ തന്നെ സ്വീകരിക്കുവാനായിട്ട് ഗേഹസി പരാജയത്തിലേക്ക് പോയതായിട്ട് നമുക്കറിയാം. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നിനും യോഗമില്ലാത്തൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, കോരഹ്, നാദാൻ, അബീരാം, അവരുടെ പ്രത്യേകത എന്താ? അവർ നേതൃത്വത്തോട് അവരുടെ സഭയിൽ നേതൃത്വത്തോട് മത്സരിക്കുന്ന ഒരു കുടുംബം. എന്താ സംഭവിച്ചത്? ഭയങ്കരമായിരിക്കുന്ന പരാജയം. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അന്ത്യമാണ് അവരുടെ കോരഹിനും ദാദാനും അബീരാമിനും ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ലോത്തിന്റെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ദൈവമായിട്ട് വലഞ്ഞുപോയ നീതിമാൻ എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ലോത്ത് വലഞ്ഞുപോയി. ദൈവമായിട്ട്, അബ്രഹാമുമായിട്ടുള്ള ആ നല്ല കൂട്ടായ്മ ബന്ധം വിട്ട് മാറിയതുകൊണ്ട് ലോത്തിനുണ്ടായ ഭയങ്കരമായിരിക്കുന്ന പരാജയം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇനി ഇങ്ങോട്ട് വന്ന് അനന്യാസിന്റെ, സഫീറയുടെ അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവര് നമ്മുടെ സാധാരണ ഭാഷയെ പറഞ്ഞാൽ അവരുടെ സ്വത്ത്, അവർ വിറ്റത്, അവരുടെ മാത്രമായിരുന്നത് അവർക്ക് എടുത്ത് മാറ്റിവെക്കാൻ അവകാശമില്ലേ? പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തോട് വ്യാജം ചെയ്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം പറഞ്ഞതുകൊണ്ട്, വ്യാജം ചെയ്തതുകൊണ്ട് അവർ അകപ്പെട്ടു പോയതായിട്ട്, മരണപ്പെട്ടു പോയതായിട്ട് നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വളരെ ചിന്തനീയമായൊരു കാര്യം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനോഹരമായ ജീവിതത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബം മാറണം. ഞാൻ നോഹയുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം, അവിടെ നമ്മൾ വായിക്കുന്ന കുറേ വാക്കുകളുണ്ട്. നോഹയുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന വാക്കുകൾ, ആ വാക്കുകൾ ഇങ്ങനെയാണ്. നോഹയുടെ ആ കാലത്ത് മനുഷ്യർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്ന ഒരു കാലഘട്ടമാണ് നോഹയുടെ കാലഘട്ടം. എന്നാൽ ആ കാലഘട്ടത്തിൽ നോഹയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവിടെ മനുഷ്യനെ അവയെ ഉണ്ടാക്കൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ആ തലമുറയിൽ എല്ലാവരും ദൈവത്തിന് വിപരീതമായിട്ട് ജീവിക്കുക. ആ തലമുറയിൽ എല്ലാവരും ദൈവത്തിന് വിരോധമാണ്. ആരും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ആ നോഹയ്ക്ക് ദൈവകൃപ, ദൈവം നമുക്കും അതേ കൃപ തന്നിരിക്കുക. എന്താ നോഹയുടെ കൃപ എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാര്യം? 9-ാം വാക്യത്തിൽ വായിക്കുന്ന നോഹയുടെ എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ നോഹയുടെ കുടുംബത്തിന്റെ പ്രത്യേകത എഴുതിയിരിക്കുന്നത്, താൻ ദൈവത്തോട് കൂടെ നടക്കുന്ന, തൻ്റെ തലമുറയിൽ നീതിമാനായിരുന്നു, തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടക്കുകയാണ്. ദൈവത്തോട് കൂടെ നടന്ന നിരവധി ആളുകളെ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ദൈവത്തോട് കൂടെ നടക്കുക, യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, സർവശക്തൻ എന്നോട് കൂടെ ഇരിക്കുക. ഈ നമ്മുടെ ഉസ്സ കൊല്ലപ്പെട്ടപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് ആ ഉസ്സ കൊല്ലപ്പെട്ടതും ദാവീദ് ഓബേദേദോമിന്റെ വീട്ടിലേക്ക് പെട്ടകം പോകട്ടെ എന്ന് കൽപ്പിക്കുന്നതും ഇപ്പോഴാണെങ്കിൽ എങ്ങനായിരിക്കും അത് റിപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ അനേക വർഷങ്ങൾ അബീനദാബിന്റെ വീട്ടിലിരുന്ന പെട്ടകം ഇപ്പോൾ വളരെ ഭയങ്കരമായിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇതാണ് ദൈവത്തിന്റെ പെട്ടകത്തെ കൈനീട്ടി പിടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് ഉസ്സ വീണ് മരിച്ചു. എന്നാൽ ദാവീദ് തന്റെ വിരുദ്ധന്മാരുമായിട്ട് കൊണ്ടുപോകുന്ന ഈ സമയത്ത് ദാവീദ് രാജാവ് അത് ഓബേദേദോമിന്റെ വീട്ടിലേക്ക് മാറ്റിവിട്ടിരിക്കുകയാണ്. അപ്പൊ ആളുകൾ പറയും, ഓബേദേദോമിനോട് ദാവീദിന് വല്ല ശത്രുതയുണ്ടോ? അതുകൊണ്ടാണോ ഇനി അവിടെയും ചെന്നൊരു മരണം നടന്നോട്ടെ? ദൈവത്തിന്റെ പെട്ടകം ചെല്ലുന്നിടത്ത് ബത്സമേശ്യര് ദൈവത്തിന്റെ പെട്ടകത്തെ നോക്കി എന്നുള്ളത് കൊണ്ട് 50,070 പേര് മരിച്ചതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഓബേദേദോമിന്റെ വീട്ടില് ഈ പെട്ടകം അനുഗ്രഹമായിരുന്നു. ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് ചേർന്ന ദൈവവചനത്തിന്റെ പ്രമാണമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്ന അനുഭവം.
അത് ഈ നോഹയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഇനി അടുത്തത് നോഹയെക്കുറിച്ച് പറയുന്ന മറ്റൊരു പ്രത്യേക കാര്യം 6-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ അത് അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല ദൈവത്തിൻ്റെ തിരുവെഴുത്ത്. ദൈവം 22 ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അടുത്തത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക, അങ്ങനെ തന്നെ ചെയ്തു. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു. അത് സന്തോഷമായിട്ട് പറയുകയാണ്. എന്നാൽ തൊട്ടു പുറകെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക, അങ്ങനെ തന്നെ ചെയ്തു. അതൊന്ന് ചിന്തിച്ചേ, അങ്ങനെ തന്നെ ചെയ്തു. ഇനി 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നോഹ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തനായിരുന്നു. ആ തലമുറയിൽ നോഹ എത്ര മനോഹരമായിട്ടുള്ള ഒരു വിശ്വാസ ജീവിതമാണ് നയിച്ചത്. ഇന്ന് ഈ തലമുറയിൽ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി സൈൻ ബോർഡുകളായിട്ട്, ദൈവത്തിന് വേണ്ടി ജ്വലിക്കുന്ന ദീപങ്ങളായിട്ട്, ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ അന്ധകാര നിബിഡമായിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുക. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം, സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യാതൊരു ചോദ്യങ്ങളും ദൈവത്തോട് ചോദിക്കാതെ, ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. അതാണ് കർത്തൃത്വം എന്ന് പറയുന്നത്. കർത്താവ് സക്കായിയോട് പറഞ്ഞു, സക്കായിയെ, ഞാനിന്ന് നിന്നോടുകൂടെ പാർക്കേണ്ടതാകും. സക്കായി പറഞ്ഞു, കർത്താവെ, ഇന്ന് പറ്റത്തില്ല, വീട്ടിൽ കർത്താവ് വരുമ്പോൾ ഉള്ള സാഹചര്യങ്ങളൊന്നും ഞാൻ ഒരുക്കിയിട്ടില്ല, അതുകൊണ്ട് പറ്റുവാണെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ 2 ദിവസത്തെ അവധി ഇതാ, കർത്താവ് ഇനി വരുമ്പോൾ കയറാം. അങ്ങനെ ഒന്നും പറഞ്ഞില്ല. സക്കായിയെ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച്, ഒരു പരിചയവും മുൻപരിചയവും ഇല്ലാത്ത, കേട്ടുകേൾവി മാത്രമുള്ള ഒരു വ്യക്തി സക്കായിയോട് പറയുക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കുക. അപ്പൊ തന്നെ സക്കായിക്ക് അറിയാം, കർത്താവ് മാത്രമായിരിക്കത്തില്ല, മിക്കവാറും വീടിന്റെ പരിസരം മുഴുവൻ ആളുകളെ കൊണ്ട് നിറയും. സക്കായി എന്താ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി നമ്മുടെ വീട് വിട്ടുകൊടുക്കുക, നമ്മുടെ മനസ്സ് വിട്ടുകൊടുക്കുക, നമുക്കുള്ളതെല്ലാം വിട്ടുകൊടുക്കുക. ആ വീട്ടിൽ കർത്താവ് ഉണ്ടെന്ന് ശ്രുതിയായി, നമ്മുടെ വീട്ടിൽ കർത്താവ് ഉണ്ടെന്നുള്ള കാര്യം ശ്രുതിയായി എന്ന് പറഞ്ഞാൽ വളരെ ദൂരം അതങ്ങ് അറിയാനിടയായി തീർന്നു. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ കർത്താവ് ഉണ്ടെന്നുള്ള കാര്യം അനേക സ്ഥലങ്ങളിലേക്ക് പരക്കപ്പെടുവാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവ് സഹായിക്കട്ടെ. മറ്റൊരു പ്രധാന ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിശ്വസ്തയോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്, നമുക്ക് സമാധാനമാണ്, നമുക്ക് അനുഗ്രഹമാണ്. യേശു ഉള്ള വീട്, യേശു വസിക്കുന്ന വീട്, യേശു കർത്താവ് വസിക്കുന്ന ഒരു കുടുംബം, നമ്മുടെ കുടുംബം കർത്താവുള്ള ഒരു കുടുംബമായിട്ട് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. സങ്കടങ്ങളുണ്ടെങ്കിലും, വേദനകളുണ്ടെങ്കിലും, രോഗങ്ങളുണ്ടെങ്കിലും, കഷ്ടതയുണ്ടെങ്കിലും, കണ്ണുനീരുണ്ടെങ്കിലും, തീരാ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാമെങ്കിലും, പ്രിയപ്പെട്ടവരെ, അതിനപ്പുറത്ത് എത്ര മനോഹരമായൊരു കാര്യമാണ് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. നമ്മുടെ കൂടാരം ഉല്ലാസത്തിൻ്റെ കൂടാരമാണ്. നമ്മുടെ കൂടാരം കർത്താവിൽ ജയിക്കുന്ന കൂടാരമാണ്. നമ്മുടെ കൂടാരം ഘോഷമുള്ള കൂടാരമാണ്. എന്ന് ദുഃഖം മാത്രമല്ല, എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ദൈവം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നവനാണ്. ഞാൻ ഒരു നാളും നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. കർത്താവ് എല്ലാ നാളും നമ്മളോട് കൂടെയുണ്ട്. ദിവസം പ്രതി കർത്താവിൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് അങ്ങനെ തന്നെ പാലിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കോരഹിനെ പോലെ മത്സരിക്കുവാൻ നമുക്കിടയാകരുത്. ലോത്തിനെ പോലെ പരാജയപ്പെടുവാനിടയാകരുത്. അനന്യാസിനെ പോലെ വ്യാജത്തിലേക്ക് നമ്മുടെ മുഖം തിരിക്കുവാനിടയാകരുത്. ആഖാനെ പോലെ നമ്മുടെ കുടുംബം തകർന്നു പോകുവാനായിട്ട് നാം കാരണക്കാരായി തീരരുത്. ഗേഹസിയെ പോലെ നമ്മൾ ഈ ലോകത്തിൽ നിഷ്പ്രഭരായി ഒന്നുമല്ലാത്തവരായിട്ട് തീരുവാൻ ഇടയാകരുത്. ശൗലിനെ പോലെ നമുക്കൊരു വലിയ നഷ്ടത്തിലേക്ക് പോകുവാൻ നാം അനുവദിക്കരുത്. അതുപോലെ തന്നെ ഏലിയുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതം തകർന്നു പോകുവാനായിട്ട്
ഇടയാകരുത്, മറിച്ച് ഞാനും എൻ്റെ കുടുംബവുമോ. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവായ യഹോവേ, നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും ബലപ്പെട്ടിരിക്കും. നിന്റെ ആ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമ്മുടെ കുടുംബം, നമ്മുടെ കൂടാരം, നമ്മുടെ വീട് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് കുടുംബ പ്രാർത്ഥനകൾ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ പ്രാർത്ഥിക്കുന്ന സമയം വരുമ്പോഴൊക്കെ, ഡ്രൈവ് ചെയ്യുമ്പോഴും അതുപോലെ ആഹാരം കഴിക്കുമ്പോഴും നാം യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം, ദൈവവചനം ധ്യാനിച്ച് അയവിറക്കാം. അങ്ങനെ കർത്താവുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, നമ്മുടെ കുടുംബത്തിൽ തന്നെ നല്ല മാതൃകകളായി ഏറ്റവും സന്തോഷകരമായി ജീവിക്കുവാൻ ഈ ചെറിയ ആലോചന മുഖാന്തരം ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവസഭയോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.